ഞങ്ങൾ തമ്മിൽ ആദ്യം കണ്ടുമുട്ടുന്നത് വാട്സാപ്പ് വഴിയാണ്. അയ്യോ, ഞങ്ങൾ തമ്മിൽ ആദ്യം കണ്ടുമുട്ടുന്നത് വാട്സാപ്പ് വഴിയാണ്. അത് ആദ്യം കുറച്ച് എന്താ പറയുക, ഞങ്ങൾക്ക് നാണം ഉണ്ടായിരുന്നു. കാരണം ഡയറക്റ്റ്ലി ഫേസ് ടു ഫേസ് കോൾ ആയിരുന്നില്ല, ആദ്യം ചാറ്റായിരുന്നു. പിന്നെ പുള്ളിക്കാരത്തി ഭയങ്കര ചൂടെ എൻ്റെ അടുത്ത്, ഇതെന്താ ചാറ്റ് ചെയ്തുകൊണ്ട് മാത്രം ഇരിക്കുന്നത്, നേരിട്ട് ഒന്ന് വിളിച്ചുകൂടെ എന്ന്, ഫോൺ കോൾ ചെയ്തുകൂടെ എന്ന്. അപ്പോൾ ചൂടായിട്ട് ഞാൻ അപ്പം തന്നെ ഫോൺ കോൾ ചെയ്തു. പിന്നെ അത് പയ്യെ നിരന്തരം ഫോൺ കോളായി വാട്സാപ്പ് വഴി. അത് കഴിഞ്ഞ് നെക്സ്റ്റ് സ്റ്റെപ്പാണ് നമ്മൾ കുറച്ച് വീഡിയോ കോളിലേക്ക് വന്നത്. ആക്ച്വലി ഞങ്ങൾ രണ്ടാളും പല സ്ഥലത്താണ്. ഞാൻ പൂനെയിലും അജു ആണെങ്കിൽ UK-ലും. ആകെയുള്ള നമുക്ക് മീറ്റ് ചെയ്യാനുള്ള ഒരേ ഒരു വഴി വാട്സപ്പ് വീഡിയോ കോൾ വഴിയായിരുന്നു. അങ്ങനെയാണ് ത്രൂ ഔട്ട് പരിചയപ്പെട്ടതും എല്ലാം. പിന്നെ എൻഗേജ്മെന്റിന് ജസ്റ്റ് 2 weeks മുന്നെയാണ് നമ്മൾ നേരിട്ട് ആദ്യമായിട്ട് കാണുന്നത്. സന്ധ്യ നീ എന്തേ സൂര്യനെ മറന്നു, രാവുറങ്ങാതെ മേഘമായലഞ്ഞു. എന്നോമൽ പൂവേ മന്ദാരമേ വാടാതെ നിന്നു പൊൻവേണലിൽ, മൗനം മെല്ലെ ചാഞ്ഞുറങ്ങവേ ദൂരെ. വിടർന്നുവോ നിൻമുഖം ചെമ്പകം പോലെ, പടർന്നതോ സൗരഭം. തിരഞ്ഞുവോ നിന്നെ ഞാൻ തെന്നലായി മെല്ലെ, മലർന്നില താരകേ. നാം ഒരേ കിനാക്കളായി പുണർന്നുവോ ശ്വാസമേ. നൈനാ ഹൈ രാധാ കാനാ മുരാരേ, മോഹൻ പിയാരേ മുരളി ഭജേ. ഞങ്ങൾ തമ്മിൽ ഇപ്പോഴാണ് നേരിട്ട് കാണുന്നെങ്കിലും ഒരു 6 മാസമായിട്ട് ഞങ്ങൾ തമ്മിൽ നിരന്തരമായിട്ട് സംസാരിക്കാറുണ്ട്. നമ്മൾ തമ്മിൽ മാത്രമല്ല, അവർ അച്ഛനും അമ്മയായിട്ടും പോലും, ഇവൻ അനിയത്തിയായിട്ട് പോലും. അപ്പോൾ ഒരു അകൽച്ചയില്ല നമ്മൾ നേരിട്ട് കാണുമ്പോൾ. ഒരു ഫ്രണ്ട്സിനെ പോലെ തന്നെ ഓൾറെഡി ആയിക്കഴിഞ്ഞു. പരിചയമുള്ള ആൾക്കാരെ പോലെ ആയിരുന്നു. പിന്നെ ഞാൻ നേരിട്ട് കാണുമ്പോൾ ആദ്യം അതിൻ്റെ വീഡിയോ കോൾ കാണുമ്പോൾ എനിക്ക് നോട്ടീസ് ചെയ്ത് വോയിസ് കോൾ മാത്രമായിരുന്നു. പിന്നെ അത് എന്നെ തള്ളിയാണ് ഞാൻ വീഡിയോ കോളിലേക്ക് വന്നു തുടങ്ങി. പിന്നെ എന്താ പറയുക, ആളെ കണ്ടപ്പോഴത്തേക്കും പുള്ളിക്കാരത്തിൻ്റെ ആ കണ്ണ് ചിരിയെ കണ്ടപ്പോഴത്തേക്കും ഞാൻ വീണുപോയി. ഞാൻ സമ്മതിക്കുന്നില്ല, അതിലാണ് ഞാൻ വീണുപോയത്. അങ്ങനെ നമ്മൾ സംസാരിച്ച് എന്താ പറയുക, ഞങ്ങളുടെ നാണം മാറ്റിയെടുത്തു ഈ 6-7 മാസം കൊണ്ട്. പിന്നെ പുള്ളിക്കാരത്തിയുടെ അച്ഛനായിട്ടായി, അമ്മയായിട്ടായി, ഇപ്പൊ പിന്നെ എല്ലാവരും ഫാമിലി ആയിട്ട് പോലെ തന്നെയായി. ഇനിയിപ്പോൾ നമ്മൾ നേരിട്ട് ഒന്ന് എന്താ പറയുക, ജീവിച്ചാൽ മാത്രം മതി. ബാക്കിയെല്ലാം എല്ലാവരും ആയിട്ടും പരിചയമായി. ബൈ ബൈ.